പ്രകൃതിയുടെ മനോഹരമായ ഒരു മുഖം. കാറ്റിലിളകിത്തുള്ളുന്ന ഈ ഇലത്തുമ്പുകൾക്കപ്പുറത്ത് പച്ചയായ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും സന്തോഷങ്ങളും എല്ലാം അടങ്ങുന്ന സെൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമ ചെടികളെ ഒന്ന് എണ്ണി നോക്കാം. ഓരോന്നും ഓരോ തരത്തിലുള്ള അഗ്ലോണിമ ചെടികളാണ്. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എത്ര വെറൈറ്റീസ് ആണ് കയ്യിലുള്ളതെന്ന്. എന്നാൽ ഇന്ന് നമുക്ക് അതൊന്ന് എണ്ണി നോക്കിയിട്ട് തന്നെ കാര്യം. നമ്പർ 1, നീളൻ ലീഫുകളായിട്ടുള്ള ഈ ഒരു തിക്കി തൂർന്നു വളരുന്ന അഗ്ലോണിമയാണ്. രണ്ടാമതായി നമ്മൾ ലിസ്റ്റിൽ പെടുത്താൻ പോകുന്നത് ഈ ഒരു ഐറ്റം അഗ്ലോണിമ ചെടിയാണ്. ഗ്രീനും വൈറ്റും യെല്ലോയും കൂടെ ചേർന്ന് ഇതും ഇടതൂർന്ന് വളരുന്ന നല്ലൊരു ഹെൽത്തി ആയ ചെടി തന്നെയാണ്. മൂന്നാമതായിട്ട് എൻ്റെ ഫേവറിറ്റ് അഗ്ലോണിമ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഗ്ലോണിമയാണിത്. ഡാർക്ക് ഗ്രീനും വൈറ്റും ഡോട്ടുകളൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇടതൂർന്ന് വളരുന്ന ഒരു അഗ്ലോണിമ. ഇനി നാലാമത്തെ ഐറ്റം ഇതാണ്. അത്യാവശ്യം വീതി കൂടിയ ലീഫുള്ള ഈ ഒരു അഗ്ലോണിമയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അഗ്ലോണിമയെ പരിചയപ്പെടാം. ഫുള്ളായിട്ട് ഗ്രീനും അഗ്രഭാഗത്ത് പിങ്ക് ലൈനുകളുമുള്ള അഗ്ലോണിമ. ആറാമത്തെ അഗ്ലോണിമയായി അഗ്ലോണിമ ലിപ്സ്റ്റിക്കിനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായി സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തായതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ട് വളർന്നിട്ടുണ്ട്. ഇനിയും അഗ്ലോണിമ വെറൈറ്റിയിൽ നെക്സ്റ്റ് ഉള്ള ആളാണിത്. ഏഴാമത്തെ സുന്ദരിയായി നമുക്കിതിനെ തിരഞ്ഞെടുക്കാം. ലിപ്സ്റ്റിക്കിൽ നിന്നും ഒരൽപ്പം മാറ്റമുള്ള ഒരു ഐറ്റമാണിത്. എട്ടാമതായി തിരഞ്ഞെടുത്ത അഗ്ലോണിമയാണിത്. നല്ല നീളൻ ഇലകളൊക്കെ ആയിട്ട് ഭംഗിയുള്ള അഗ്ലോണിമയാണ്. നമ്പർ 9 ഞാൻ തിരഞ്ഞെടുത്തത് ഈ മനോഹരിയെയാണ്. നല്ല വീതിയുള്ള ഇലകളോട് കൂടിയ പിങ്ക് ലൈനുകളൊക്കെയുള്ള നല്ലൊരു അഗ്ലോണിമയാണിത്. ഈ ഒരു ചെടി വളർന്നു വരുന്നതേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇനി 10ാമതായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഭംഗിയുള്ള റെഡ് ലീഫുകളൊക്കെയുള്ള ഈ ഒരു അഗ്ലോണിമയാണ്. 11ാമത്തെ നമ്പറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ അഗ്ലോണിമയാണ്. ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയ അഗ്ലോണിമയായിരുന്നു. 12ാമത്തേത് ഈ ഒരു ടൈപ്പാണ്. ഇതിൽ ഗ്രീൻ കളറ് കൂടുതലാണ്, പിങ്ക് ചെറുതായിട്ട് മാത്രം. ഇനി 13ാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് സ്നോ വൈറ്റ് ആണ്. അഗ്ലോണിമ സ്നോ വൈറ്റ് വളരെയേറെ ഭംഗി കൂടിയ ഒരു അഗ്ലോണിമയാണിത്. ഇതിനും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി തിങ്ങി തൂർന്ന് വളരുന്ന ഒരു അഗ്ലോണിമ തന്നെയാണ്. 14ാമത്തെ സുന്ദരിയായിട്ട് ഈ ഒരു ഗ്രീൻ അഗ്ലോണിമയും. ഇനിയുള്ളത് പച്ച ഇലകളുടെ കൂട്ടത്തിൽ സുന്ദരിയായി പിങ്കും ഗ്രീനും കൂടെ ചേർന്ന് തണ്ടുകളെല്ലാം നല്ല ലൈറ്റ് പിങ്കായ ഈ ഒരു അഗ്ലോണിമയാണ്. നീളൻ ലീഫുകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനിയുള്ളത് നമ്പർ 16. ഇതും ഗ്രീൻ ലീഫാണ്, നീളമുള്ള ഇലകളൊക്കെ ആയിട്ടാണ്. നമ്പർ 17. ഇതും ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്ത ഒരു അഗ്ലോണിമ തന്നെയാണ്. നമ്പർ 18. നല്ല ഓവൽ ഷേപ്പുള്ള ഗ്രീൻ ഇലകളാണ്. ഇനിയുള്ളത് നമ്പർ 19. അതും ഗ്രീൻ ടൈപ്പുള്ള നല്ലൊരു അഗ്ലോണിമയാണ്. ഇത് നമുക്ക് എണ്ണത്തിൽ കൂട്ടാതെ വിടാം, മുമ്പ് കണ്ട അതേ ടൈപ്പ് തന്നെയാണ്. നമ്പർ 20. വളരെയേറെ ഭംഗിയുള്ള അഗ്ലോണിമ ടൈപ്പിൽപ്പെട്ടൊരു ചെടിയാണ്. 21ാമത്തെ ടൈപ്പ് മനോഹാരിതയിൽ ഒട്ടും കുറവില്ല. 22, 23ാമത്തേത് ഗ്രീൻ
മാത്രമായിട്ട് സിൽവർ പാകിയെ പോലെയുള്ള ഇലകൾ. ഇനിയുള്ളത് 24. ഇതിൻ്റെ ഇലകൾക്ക് ഒരല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രം. 25ാമത്തെ സുന്ദരി, മനോഹാരിതയിലൊട്ടും കുറവില്ലാത്ത ചെടി. 26, 27 ഗ്രീൻ ടൈപ്പിലുള്ളത് തന്നെയാണ്. 28ാമത്തേതും ഗ്രീൻ ടൈപ്പ് തന്നെയാണ്. ഇനി 29ാമത്തെ ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ്. അതിമനോഹരമായ ഇലകളോട് കൂടിയ അഗ്ലോണിമ. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കിളിർത്ത് വരുന്ന ടൈപ്പ് തന്നെയാണ്. ഇനി 30ാമത്തെ നമ്പറാണ്. എല്ലാവരുടെ കയ്യിലുണ്ടാവും ഈ ഒരു അഗ്ലോണിമ. ഇനി നമുക്ക് 31ാമത്തെ അഗ്ലോണിമയെ കാണാം. 32, അതിൽ നിന്നും വ്യത്യാസം തന്നെയാണ്. 33, നേരത്തെ കണ്ട അഗ്ലോണിമയിൽ നിന്നും ഒരല്പം വ്യത്യാസം. 34, അതിമനോഹരിയാണ്. 35, സൗന്ദര്യത്തിനൊട്ടും കുറവില്ലാത്ത ഗ്രീൻ ടൈപ്പ്. 36, ഭംഗിയുണ്ട്, നല്ല വീതി കുറഞ്ഞ ഇലകളുമായിട്ട്. 37, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, നല്ല വൈറ്റ് കളർ പോലെ. 38, 39, 40. ഇലകളുടെ കളറിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. 41, ലൈറ്റ് പിങ്കായ ഈ ഒരു അഗ്ലോണിമ നല്ല ഭംഗിയോടെ വളർന്നു വരുന്നുണ്ട്. അങ്ങനെ 41 അഗ്ലോണിമ ചെടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇനിയും ഒരു 3 തരം ചെടികൾ കുഞ്ഞായി ഞാൻ നട്ടുവെച്ചിട്ടുണ്ട്. അത് പിന്നീട് വളർന്ന് വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമ ചെടികളുടെയൊക്കെ എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വെറൈറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ അഗ്ലോണിമ ഇതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കതിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതും നിങ്ങൾ എഴുതിയിടാൻ മറക്കാതിരിക്കുക. അഗ്ലോണിമ ചെടികളുടെ കണക്കെടുത്ത ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാ പ്രിയമുള്ളവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.